നാഷണൽ പ്രൈസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നോബൽ സമ്മാനത്തിന് തുല്യമാണ്. ഇത് 2023 ഒരു ഇന്ത്യൻ വംശജനായിരുന്ന ഒരു അമേരിക്കക്കാരനാണ് നേടിയത്. സി രാധാകൃഷ്ണ റാവു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അത് ഓരോ കുട്ടികളും അല്ലെങ്കിൽ ഇവിടെ ഇന്ത്യയിലെ പൗരന്മാരും അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ആ 102ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണൽ പ്രൈസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ഈ നോബൽ സമ്മാനത്തിന് അർഹനായത്. അദ്ദേഹം 2023 അത് കഴിഞ്ഞ് മരിക്കുകയും ചെയ്തു. എന്നാലും ഇതൊരു വലിയ അച്ചീവ്മെൻറ്റാണ്. അദ്ദേഹം 60 വയസ്സ് വരെ ഇന്ത്യയിൽ ജോലി ചെയ്തതിന് ശേഷം മകളുടെ അടുത്തേക്ക് പോയിട്ട് മകളും കൊച്ചുമക്കളുമായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് 60ാമത്തെ വയസ്സിൽ അദ്ദേഹം യാത്ര തിരിച്ച് അദ്ദേഹം അവിടെ യൂണിവേഴ്സിറ്റി ഓഫ് പിറ്റ്സ്ബർഗ്, പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ 70-75 വയസ്സുകളോളം അവിടെ വർക്ക് ചെയ്യുന്നു. 82ാമത്തെ വയസ്സൊക്കെ ആകുമ്പോഴാണ് അവിടുത്തെ നാഷണൽ സയൻസ് അവാർഡ്, അതായത് വൈറ്റ് ഹൗസ് ഒക്കെ നൽകുന്ന വലിയ സയൻസ് അവാർഡ് അദ്ദേഹത്തിന് സമ്മാനിക്കപ്പെടുന്നത് 82ാമത്തെ വയസ്സിലാണ്. അദ്ദേഹം നിരന്തരമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സി രാധാകൃഷ്ണ റാവു കർണാടക സ്വദേശിയാണ്. അദ്ദേഹത്തിന് 75ാമത്തെ വയസ്സിൽ, 60 വയസ്സിലൂടെ ചെന്നു 75ാമത്തെ വയസ്സിലാണ് അമേരിക്കൻ ഗവൺമെൻറ് അമേരിക്കയുടെ പൗരത്വമൊക്കെ നൽകിയത്. അല്ലെങ്കിൽ നമ്മൾ ലോകം മുഴുക്കെ ഇപ്പോൾ ഇന്ത്യക്കാരനായിട്ട് നമുക്ക് അഭിമാനിക്കുന്നത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ പൗരത്വം കിട്ടുന്നത് 75ാമത്തെ വയസ്സിലാണ് അമേരിക്കയുടെ. അദ്ദേഹം 102 വയസ്സ് വരെ മരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഇൻ്റർനാഷണൽ അവാർഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നോബൽ സമ്മാനത്തിന് തുല്യമായ അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. 1968 പത്മഭൂഷൺ അവാർഡ് നൽകി നമ്മുടെ രാജ്യം ആദരിച്ചിട്ടുണ്ട്. പിന്നീട് പത്മവിഭൂഷൺ നൽകിയും അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പലവിധ ബഹുമതികൾ നൽകി അദ്ദേഹം US-ലാണ് അത് മരിച്ചുപോയത്. പല പ്രതിഭാശാലികളും ഏജ് ഒക്കെ ജസ്റ്റ് നമ്പർ, 102ാമത്തെ വയസ്സിലും അദ്ദേഹം കർമ്മനിരതനായിരുന്നു എന്ന് പറയുമ്പോൾ ഏജ് ഒക്കെ ജസ്റ്റ് നമ്പർ മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ കർമ്മനിരതമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി അച്ചീവ്മെൻറ്റ്സ് വരുവാനുള്ള സാധ്യതയുണ്ട്. ജീവിതം നമുക്ക് വയസ്സായി 60 വയസ്സായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനോട് ഉപേക്ഷിക്കാറുണ്ട്. പക്ഷേ 60 വയസ്സ് മുതൽ 102 വയസ്സ് വരെ 40-42 വർഷം എത്ര ക്രിയേറ്റീവായിട്ടാണ് മരിക്കുന്നതിന് മുമ്പ് തന്നെ നോബൽ സമ്മാന തുല്യമായ പ്രൈസും നേടിയിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. ഇതൊക്കെയാണ് ധന്യമായ ജീവിതങ്ങളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഒത്തിരി പേര് ഈ ഫീൽഡുകളിൽ നിൽപ്പുണ്ട്. പല ഫീൽഡുകളുണ്ട്. ഇവരെ പരിചയപ്പെടുത്തേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. യുവതലമുറയെ പ്രത്യേകിച്ചും പരിചയപ്പെടുത്തേണ്ട അത്യാവശ്യമാണ്. നമ്മൾ അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മൾ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. എല്ലാം തന്നെ